വരദയുടെ സിനിമാ ജീവിതത്തെ കുറിച്ച് നമ്മൾ എന്തായാലും കുറെ വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ആദ്യത്തെ ആ സിനിമ, അതിലേക്ക് എങ്ങനെയാണ് വന്നത്? എന്തെങ്കിലും ഓഡിഷൻ ഒക്കെ ചെയ്തിട്ടാണോ? ഞാൻ ഈ ഫീൽഡിൽ വരുന്ന മോഡലിംഗിൽ കൂടെയാണ്. ആക്ച്വലി ഒരു കലണ്ടറിന്റെ ഏതോ ഒരു 2 മാസത്തെ ഇതിന്റെ ഫോട്ടോ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ വഴിക്ക് വേറെ പ്രോഗ്രാംസ് അങ്ങനെ ആങ്കറിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. ആങ്കറിംഗ് കഴിഞ്ഞ് മോഡലിംഗും ആങ്കറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വാസ്തവം എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അതെ, അതില് പൃഥ്വിരാജിന്റെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തി ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് VM നിൻ സാറിന്റെ ഒരു പടം ചെയ്തു. പിന്നെയാണ് ഞാൻ സുൽത്താൻ എന്ന് പറയുന്ന നായികയായിട്ട് വരുന്നത് 2008. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 സിനിമ ചെയ്തു. വിനീത് ശ്രീനിവാസന്റെ ചെയ്തു, മകന്റെ അച്ഛൻ ചെയ്തു, ഉത്തര സ്വയംവരം ജയസൂര്യയുടെ സിസ്റ്ററായിട്ട് ചെയ്തു, പിന്നെ വലിയങ്ങാടി മണിക്കുട്ടൻ ചേട്ടൻ്റെ കൂടെ ചെയ്തു. അങ്ങനെ ഒരു 3-4 പടം അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തു. പിന്നെ കോമ്പയറിംഗ് ആയിരുന്നു ആ സമയത്തൊക്കെ കൂടുതലും, സ്റ്റേജും ഷോയൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ലോഹിതദാസ് സാറിനെ കാണാനുള്ളൊരു ഈ ഒരു സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് കാണാൻ പറ്റിയായിരുന്നു. നിവേദ്യത്തിന്റെ ഒരു ഓഡീഷന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സിനിമയിൽ ഇല്ല, പക്ഷെ വെയിറ്റ് ചെയ്യണം, നായികയായിട്ട് തന്നെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ച എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലോ പറയാ. പക്ഷെ സുൽത്താന്റെ ഈ നായികയുടെ സെലക്ഷൻ വന്ന സമയത്ത് എന്നെ അപ്രോച്ച് ചെയ്തപ്പം പുള്ളിയാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ലോഹി സാർ പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ആ സിനിമയിൽ വരുന്നത്, സുൽത്താനിലെ നായികയാവുന്നത്. സാറാണ് എന്റെ പേര് വരദാക്കിയത്. ശരിക്കുള്ള പേര് എമി എന്നാണ്. എന്റെ കയ്യിലൂടെ പച്ചകുത്തിയിട്ടുണ്ട്. എല്ലാരും ചോദിക്കും EMI എമി എന്ന് പച്ചകുത്തിയുണ്ട്. എല്ലാവരും ചോദിക്കും ഇതെന്താടോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വിചാരം ഇവരുടെ പേര് വരദാന്നാണ്. ഇതെന്താ എഴുതി? ഞാൻ പറഞ്ഞ മാസത്തിന്റെ EMI അടക്കാൻ വേണ്ടി, മറക്കാതിരിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന EMI എന്ന് പറഞ്ഞിട്ട് ഇത് പറയാറുണ്ട്. രജിഷിന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? പിങ്കി. പിങ്കി. പിങ്കി അതെന്താണ് പിങ്കി? അത് ഒന്നുമില്ല, ഞാൻ ചെറുപ്പത്തില് ഭയങ്കര ക്യൂട്ടായിരുന്നു. കുഞ്ഞ് ക്യൂട്ടായിരുന്നു, വളരെ മുടിയൊക്കെ നീട്ടി ബേബി ആയിരുന്നു. അപ്പൊ എല്ലാവരും നാട്ടിലുള്ളവരെല്ലാരും എന്ന് വെച്ചാൽ ഞാൻ ആദ്യം താമസിച്ചിരുന്നത് പണ്ട് ശ്രീകണ്ഠാപുരം, കണ്ണൂരാണ്. കൂട്ടുമുഖം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നെടുങ്ങോം ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെയുള്ള നാട്ടുകാർക്ക് മുഴുവൻ ഞാൻ പിങ്കിയാണ്. അവിടെ ചെന്ന ജിഷിൻ എന്നല്ല പറയാ, ജിഷിൻ അറിയാല, പിങ്കിയാണ്. അവിടെ അവർക്ക് ആർക്ക് ഞാൻ ഇപ്പോഴും പിങ്കിയാണ്. അയ്യോ പിങ്കി. വിളിക്കാറുണ്ടോ? ഇല്ല, ഞാൻ വിളിക്കാലോ, പക്ഷെ എന്റെ മോൻ വിളിക്കാറുണ്ട്. മോൻ എന്നെ ട്രോളുന്നത് മെയിൻ ഇത് പറഞ്ഞിട്ടാണ്. അവൻ കളിക്കുന്ന ഗെയിമിൽ വരെ അവൻ പിന്നെ ഏതോ ഭൂതത്തിന്റെ ഗെയിം എന്ന് പറയുന്നത്, ഒരു ഭൂതത്തിലിട്ടിരിക്കുന്ന പേരെന്താ അറിയാം? പിങ്കി ഭൂതം. അതെ, പിങ്കി ഭൂതത്തിന് നമുക്ക് കണ്ട ആ പിങ്കി ഭൂതം നമുക്ക് രക്ഷപ്പെട്ട ഇങ്ങനെയാണ് അവനിടുന്നത്. അവൻ എന്നെ ട്രോളി കൊല്ലലാണ്. ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് പിങ്കി, അയ്യോ ഇവരെ കളിയാക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ചെയ്യാറില്ല അവൻ. ശരി, മോനെ കുറിച്ച് പറയൂ. മോന്റെ ശരിക്കുള്ള പേരെന്താ? മോന്റെ പേര് ജിയാൻ. ഇപ്പൊ എത്ര വയസ്സായി? 4.5 വയസ്സ്. കുസൃതി കുടുക്കയാണോ? കുസൃതി കുടുക്കല്ല, അവനൊരു കുസൃതി കൊടവാണ്. അടിപൊളി. അപ്പൊ എന്തായാലും അവനും ഒരു നല്ലൊരു നടനായിട്ട് വരട്ടെ അല്ലേ? ചിലപ്പോ അതിന്റെ ഒരു ട്രാക്കിലായിരിക്കും ഇപ്പോഴും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അവൻ ഭയങ്കര അഭിനയമാണ്. അത് എവിടെന്നാ കണ്ട് പഠിക്കണേന്ന് അറിയില്ല. നിങ്ങൾ രണ്ടൊരു കിടലൻ ആക്ടേഴ്സ് അല്ലേ? അത് അങ്ങനെയല്ലല്ലോ. നിങ്ങൾ രണ്ടൊരു ഗംഭീര പെർഫോമേഴ്സ് അല്ലേ? അല്ല, അങ്ങനെയല്ല. നിങ്ങള് നിങ്ങളുടെ അഭിനയത്തെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇല്ല, അങ്ങനെയല്ല. അവനങ്ങനെ TV കാണാൻ അങ്ങനെ വലിയ താല്പര്യമുള്ള കക്ഷിയല്ല. അതുകൊണ്ടാണ് പിന്നെ ഗെയിമുകളുണ്ടല്ലോ, ഈ ഗെയിം ഇവൻ നമ്മള് അവന്റെ ഒരു ടാബ് ഉണ്ട്, അതിൽ അവൻ ഗെയിം കളിച്ചാലും ഈ ഗെയിം റിയൽ ആയിട്ട് അവൻ അവിടെ കളിക്കണം. അപ്പൊ നിങ്ങളും ഗെയിംസ് അവനോട് കളിക്കും? ഞാൻ ഗെയിം കളിക്കുമ്പോൾ അതിന്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് നിന്ന് ഇന്ന സാധനം കിട്ടും, സ്പാനർ കിട്ടും. ഇതൊക്കെ ഞാൻ കടലാസ് കൊണ്ട് ഉണ്ടാക്കി ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കും. അത് അവിടെ നിന്ന് കിട്ടിയിട്ട് ഈ വാതിൽ തുറന്ന് രക്ഷപ്പെടുന്നതാണ് ഗെയിം. അത് നമ്മള് വീട്ടിനുള്ളിൽ ഹാളിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഭയങ്കര ഗെയിമർ. അയ്യോ.